2026 IPL സീസണിലെ ആവേശകരമായൊരു പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ ചിരവൈരികളായ മുംബൈ ഇന്ത്യൻസിനെതിരെ ഒരു തകർപ്പൻ വിജയം സ്വന്തമാക്കി. ചെന്നൈയിലെ സ്വന്തം തട്ടകമായ എം.എ. ചിദംബരം സ്റ്റേഡിയത്തിലായിരുന്നു ഈ മത്സരം. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ചിട്ടയായ പ്രകടനത്തിലൂടെ സിഎസ്കെ ആവേശകരമായ ഈ പോരാട്ടത്തിൽ വിജയം സ്വന്തമാക്കി. ഈ വിജയം സൂപ്പർ കിങ്സിന്റെ മുന്നേറ്റത്തിന് വലിയ കരുത്തായി. താൽക്കാലിക IPL 2026 പോയിന്റ് പട്ടികയിൽ അവർ മുന്നിലെത്തുകയും പ്ലേ ഓഫ് സാധ്യതകൾക്ക് ഇത് കൂടുതൽ ബലം നൽകുകയും ചെയ്തു. IPLന്റെ എൽ ക്ലാസിക്കോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മത്സരം ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള കടുത്ത പോരാട്ടവും ചരിത്രപരമായ പ്രാധാന്യവും കൊണ്ട് ശ്രദ്ധേയമാണ്. ഇത്തവണയും മത്സരം ആരാധകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പ്രതീക്ഷക്കുത്ത് ഉയർന്നു. ചെന്നൈയുടെ ചിട്ടയായ ബൌളിംഗ് ആക്രമണം, കൃത്യതയാർന്ന ലൈനുകളും തന്ത്രപരമായ മാറ്റങ്ങളുമായി മുംബൈയുടെ ശക്തരായ ബാറ്റിംഗ് നിരയെ ഫലപ്രദമായി ഒതുക്കി. വേഗതയും സ്പിന്നും മാറി മാറി ഉപയോഗിച്ച് അവർ ഒരു തന്ത്രപരമായ മാസ്റ്റർ ക്ലാസ് തന്നെ കാഴ്ചവെച്ചു. മധ്യനിര ബാറ്റ്സ്മാൻമാരുടെ തന്ത്രപരമായ പ്രകടനവും വിക്കറ്റുകൾക്കിടയിലെ ബുദ്ധിപരമായ ഓട്ടവും കൃത്യസമയത്തുള്ള ആക്രമണവും ചേർന്ന് ചെന്നൈക്ക് വിജയമൊരുക്കി. വെല്ലുവിളി നിറഞ്ഞ ടോട്ടൽ കൃത്യമായ കണക്കുകൂട്ടലുകളോടെ ഓവറുകൾ ബാക്കി നിർത്തി അവർ അനായാസം മറികടന്നു. ഈ മത്സരം ഈ ശക്തരായ രണ്ട് ഫ്രാഞ്ചൈസികൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ തന്ത്രപരമായ ആഴവും മത്സരബുദ്ധിയും ഒരിക്കൽ കൂടി അടിവരയിട്ടു. വലിയ വേദികളിൽ സമ്മർദ്ദഘട്ടങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ളവരും തന്ത്രപരമായ ബുദ്ധിയുമുള്ളവരുമാണ് ഈ രണ്ട് ടീമുകളും. ഈ വിജയം ചെന്നൈക്ക് മറ്റൊരു നിർണായക നേട്ടമായി മാറിയെന്ന് മാത്രമല്ല, ടീമിന്റെ ആത്മവിശ്വാസം വല്ലാതെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈ സീസണിലെ തങ്ങളുടെ ഫോമിനെയും വിജയദാഹത്തെയും കുറിച്ച് ലീഗിലെ മറ്റു ടീമുകൾക്ക് ഒരു ശക്തമായ സന്ദേശം നൽകാനും ഈ വിജയത്തിലൂടെ അവർക്ക് സാധിച്ചു. മുംബൈ ഇന്ത്യൻസ് വ്യക്തിഗത മികവിന്റെ ചില നിമിഷങ്ങൾ കൊണ്ട് ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെച്ചെങ്കിലും ഈ തോൽവി അവരുടെ പ്രകടനം സൂക്ഷ്മമായി വിലയിരുത്താൻ അവരെ പ്രേരിപ്പിക്കും. വരാനിരിക്കുന്ന കടുപ്പമുള്ള മത്സരങ്ങളിൽ പെട്ടെന്ന് തിരിച്ചുവരാൻ പ്രധാനപ്പെട്ട മെച്ചപ്പെടുത്തേണ്ട മേഖലകൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കേണ്ടതുണ്ട്. കാരണം മത്സരബുദ്ധിയുള്ള IPL ലോകത്ത് ഓരോ പോയിന്റിനും വലിയ പ്രാധാന്യമുണ്ട്. കളി തുടങ്ങിയപ്പോൾ ടോസ് നഷ്ടപ്പെട്ട് മുംബൈ ഇന്ത്യൻസാണ് ആദ്യം ബാറ്റ് ചെയ്യാനായി ഇറങ്ങിയത്. പേസ് ബൌളർമാർക്ക് തുടക്കത്തിൽ നല്ല പിന്തുണ കൊടുത്ത, പിന്നീട് സ്പിന്നിനും സാധ്യതയുണ്ടായിരുന്ന ഒരു പിച്ചായിരുന്നു അത്. ഓപ്പണറായ നമൻദീർ പ്രതീക്ഷ നൽകുന്ന ഒരു യുവതാരമാണ്. തന്റെ വെടിക്കെട്ട് ബാറ്റിംഗിന്റെ മിന്നലാട്ടങ്ങൾ കാണിച്ച് ചില അക്രമാസക്തമായ ബൗണ്ടറികളോടെ ടീമിന് ഒരു മികച്ച തുടക്കം നൽകി. പക്ഷേ അധികം വൈകാതെ ചെന്നൈ ബൌളർമാർ കളിയിൽ പിടിമുറുക്കി. അനുഭവസമ്പന്നരായ പേസർമാരും മിടുക്കരായ സ്പിന്നർമാരും ചേർന്ന സൂപ്പർ കിങ്സിന്റെ ബൌളിംഗ് നിര കൃത്യമായ ഇടവേളകളിൽ നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി. അതോടെ മധ്യ ഓവറുകളിൽ മുംബൈക്ക് വലിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഒരു പ്രധാന സ്പിന്നറെ തന്ത്രപരമായി ഉപയോഗിച്ചതും പേസർമാർ കൃത്യമായ ലൈനിലും ലെങ്കിലും പന്തെറിഞ്ഞതും ഇന്നിംഗ്സിന്റെ നിർണായക ഘട്ടങ്ങളിൽ സ്കോറിംഗ് വേഗതയെ കുറച്ചു. ചെന്നൈയുടെ അച്ചടക്കമുള്ള ബൌളിംഗിന് മുന്നിൽ മുംബൈയുടെ മധ്യനിര ബാറ്റ്സ്മാൻമാർക്ക് റൺറേറ്റ് ഉയർത്താൻ പ്രയാസമായി. അങ്ങനെ അവസാനം അവർക്കൊരു ഭേദപ്പെട്ട, പക്ഷേ മറികടക്കാവുന്ന ഒരു സ്കോർ നേടാൻ സാധിച്ചു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സ് പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ചേസിംഗ് തുടങ്ങിയത്. ഋതുരാജ് ഗെയ്ക്വാദ് ശാന്തനായി ഒരു അർദ്ധ സെഞ്ചുറി നേടി ഇന്നിംഗ്സിന് അടിത്തറ പാകി. വലിയ സമ്മർദ്ദത്തിലും മികച്ച മനസാന്നിധ്യത്തോടെയും മനോഹരമായ ഷോട്ടുകളിലൂടെയും അദ്ദേഹം തിളങ്ങി. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനും ഫീൽഡിൽ വിടവുകൾ കണ്ടെത്താനും കൃത്യസമയത്ത് ബൗണ്ടറികൾ നേടാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ചേസിംഗ് വിജയകരമാക്കാൻ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഗെയ്ക്വാദും മറ്റൊരു വിശ്വസ്തനായ മധ്യനിര ബാറ്റ്സ്മാനും ചേർന്ന് നിർണായക കൂട്ടുകെട്ട് പതിയെ മുന്നേറ്റമുണ്ടാക്കി. മുംബൈ ബൌളർമാർക്ക് ബ്രേക്ക് ത്രൂകൾ നേടാനുള്ള എല്ലാ ശ്രമങ്ങളും അതോടെ വിഫലമായി. ക്യാപ്റ്റന്മാർ തമ്മിലുള്ള തന്ത്രപരമായ പോരാട്ടവും കൃത്യമായ ഫീൽഡ് സെറ്റിംഗുകളും ബൌളിംഗ് മാറ്റങ്ങളും ഇന്നിംഗ്സിലുടനീളം പ്രധാന ആകർഷണമായിരുന്നു. അവസാന ഓവറുകൾ വരെ കളി ആരുടെ ഭാഗത്താണെന്ന് ഉറപ്പിക്കാൻ കഴിയാതെ കാണികൾക്കിടയിൽ വലിയൊരു പിരിമുറുക്കം സൃഷ്ടിച്ചു. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഈ വിജയം വളരെ നിർണായകമാണ്, പ്രത്യേകിച്ചും IPL 2026 സീസൺ അതിന്റെ നിർണായക ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ. ഈ വിജയം അവരെ കിരീടപ്പോരാട്ടത്തിലെ ശക്തരായ എതിരാളികളായി ഒന്നുകൂടി അടയാളപ്പെടുത്തുന്നു. കൂടാതെ അവരുടെ നെറ്റ് റൺ റേറ്റ് ഗണ്യമായി മെച്ചപ്പെടുത്താനും ഇത് സഹായിച്ചു. ഒരു ടൈറ്റ് ലീഗ് ഫോർമാറ്റിൽ പ്ലേ ഓഫ് യോഗ്യത നേടാൻ നെറ്റ് റൺ റേറ്റ് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാമല്ലോ. ഈ നിർണായകമായ ആക്കം അടുത്ത മത്സരങ്ങളിലും നിലനിർത്താനാണ് സൂപ്പർ കിങ്സ് ശ്രമിക്കുക. വിവിധ ഗ്രൗണ്ടുകളിലും എതിരാളികൾക്കെതിരെയും തങ്ങളുടെ സ്ഥിരതയും തന്ത്രപരമായ നീക്കങ്ങളും തുടരാൻ അവർക്ക് കഴിയണം. മറുവശത്ത് മുംബൈ ഇന്ത്യൻസിന് ഈ തോൽവി ടീമിനും അവരുടെ അനേകം ആരാധകർക്കും വലിയ നിരാശയാണ് സമ്മാനിച്ചതെങ്കിലും ചില വിലപ്പെട്ട പാഠങ്ങളും വ്യക്തമായ സൂചനകളും നൽകുന്നുണ്ട്. തന്ത്രപരമായ സമീപനത്തിലും കളിക്കാരുടെ പ്രകടനത്തിലും ഉടൻ ശ്രദ്ധ നൽകേണ്ട ചില മേഖലകളെക്കുറിച്ച് ഈ തോൽവി അവരെ ഓർമ്മിപ്പിക്കുന്നു. ടീം തോറ്റെങ്കിലും നമൻദീറിനെപ്പോലുള്ള യുവതാരങ്ങളുടെ പ്രകടനം മുംബൈക്ക് ഒരു ആശ്വാസമായി. ഭാവി മത്സരങ്ങളിൽ ടീമിന് പ്രതീക്ഷ നൽകുന്ന ചില മികച്ച സാധ്യതകൾ അവരുടെ സ്ക്വാഡിലുണ്ടെന്നും ഇത് തെളിയിക്കുന്നു. മുംബൈയുടെ കോച്ചിംഗ് സ്റ്റാഫ് ഇപ്പോൾ തന്നെ ചില ദൗർബല്യങ്ങൾ പരിഹരിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നുണ്ടാവും. അവരുടെ മധ്യനിര ബാറ്റിംഗിലെ സ്ഥിരതക്കുറവും ബൌളിംഗ് ആക്രമണത്തിലെ വൈവിധ്യമില്ലായ്മയുമാണ് പ്രധാനമായും അവർ ശ്രദ്ധിക്കുക. അടുത്ത മത്സരങ്ങളിൽ ശക്തമായി തിരിച്ചുവരാൻ ഇത് അത്യാവശ്യമാണ്. ഈ കടുപ്പമേറിയ ടൂർണമെന്റ് ഷെഡ്യൂളിൽ രണ്ട് ടീമുകൾക്കും ഇനിയും ഒരുപാട് മത്സരങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് IPL 2026 പോയിന്റ് ടേബിളിലെ മുൻനിര സ്ഥാനങ്ങൾക്കായുള്ള പോരാട്ടം ഇപ്പോഴും ആവേശം നിറഞ്ഞതാണ്. ഇനിയും ഒരുപാട് ത്രില്ലിംഗ് മത്സരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള ഈ തീവ്രമായ ചരിത്രപരമായ പോരാട്ടം ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളെ ആകർഷിക്കുന്നത് തുടരും എന്നതിൽ സംശയമില്ല. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ പരമാധികാരത്തിനും കിരീടത്തിനും വേണ്ടിയുള്ള അവരുടെ അടുത്ത ഏറ്റുമുട്ടലിനായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.